ശ്രീ ജോർജ് പൊടിപ്പാറ താങ്കളിലേക്ക് വരാൻ വൈകിയതിൽ ക്ഷമിക്കുക. നോക്കൂ, ഒരു രാഷ്ട്രീയ പാർട്ടിക്കും പറഞ്ഞു മാറി നിൽക്കാൻ പറ്റത്തില്ല. ഏതെങ്കിലും തരത്തിൽ ഒരു ഫോട്ടോയുടെ ബന്ധമെങ്കിലും ഉണ്ട്. പ്രൊമോട്ടർമാർ ദുരുപയോഗിച്ചവരുടെ മുഖമായിട്ടെങ്കിലും ഓരോ രാഷ്ട്രീയ പാർട്ടികളും ഇതിൽ ഉൾപ്പെട്ടു പോയിരിക്കുകയാണ്. ഏറ്റവും താഴേക്കിടയിലുള്ള മനുഷ്യർ മുതൽ വലിയ വലിയ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാര്യമാർ വരെ പെട്ടുപോയിരിക്കുന്നു. രാഷ്ട്രീയ പ്രവർത്തകർ, MLA ഉൾപ്പെടെ പെട്ടുപോയിരിക്കുന്ന ഈ തട്ടിപ്പിനെ താങ്കൾ എങ്ങനെയാണ്? പത്രക്കാരെ കൂടി. അതെ അതെ. അപ്പോ രേണുക, അതിനകത്ത് ഈ തട്ടിപ്പ് നടത്തുന്ന ആള് വളരെ വിദഗ്ധമായിട്ടാണ് ഇത് ചെയ്യുന്നത്. അതായത് ആർക്കും സംശയം തുടക്കത്തിലെങ്കിലും തോന്നാത്ത രീതിയിൽ ആരെയും ബോധ്യപ്പെടുത്തുന്ന ആ ഒരു തെളിവുകളോടെ ഇതില് പങ്കാളികളാകുന്ന, ഇതിന്റെ ഭാഗമാകുന്ന വളരെ കുറെ ആളുകൾക്ക്, അത് ഒന്നോ രണ്ടോ പേർക്കല്ല, എല്ലാ ജില്ലകളിലും പെടുന്ന കുറെ ആളുകൾക്കെങ്കിലും കൃത്യമായിട്ട് ഈ പറഞ്ഞ വാഗ്ദാനം നിറവേറ്റി കൊടുക്കുന്നു. പകുതി വിലയ്ക്ക് ഇലക്ട്രിക് സ്കൂട്ടർ കിട്ടുന്നു, അതുപോലെ തന്നെ ലാപ്ടോപ്പ് കിട്ടുന്നു, അല്ലെങ്കിൽ വാഷിംഗ് മെഷീൻ കിട്ടുന്നു. ഇങ്ങനെ അവർക്കെല്ലാം ഇത് കിട്ടുന്നു. മാത്രമല്ല, ഇതിനൊരു എന്താ പറയുക, ഈ CSR ഫണ്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗമായിട്ട് ഈ വൻകിട വ്യവസായ സ്ഥാപനങ്ങൾ അവരുടെ ലാഭത്തിന്റെ 10% ഇത്തരം ചാരിറ്റികൾക്കും അതുപോലെ തന്നെ സോഷ്യൽ സർവീസിനും ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അത് പല സ്ഥലത്തും ഈ CSR ഫണ്ട് ഉപയോഗിച്ച് ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് ഈ ഈ വൻകിട കമ്പനികളുടെ CSR 10% എന്നൊക്കെ പറഞ്ഞാൽ അത് കോടിക്കണക്കിന് രൂപ വരും. അതിന്റെ ഒരു ഭാഗം സംഘടിപ്പിച്ചുകൊണ്ട് സമൂഹത്തിൽ ഏറ്റവും താഴെത്തട്ടിലുള്ള, സമൂഹത്തിൽ ഏറ്റവും ആവശ്യമുള്ള സ്ത്രീകളെ പ്രത്യേകിച്ച് ലക്ഷ്യമിട്ടുകൊണ്ട് അവർക്ക് ഈ ഇലക്ട്രിക് സ്കൂട്ടർ അതിന്റെ പകുതി വിലയ്ക്ക്, അല്ലെങ്കിൽ മറ്റു സാധനങ്ങൾ, ഗൃഹോപകരണങ്ങൾ പകുതി വിലയ്ക്ക് കൊടുക്കുന്നു എന്ന് പറയാം. അത് ആദ്യഘട്ടത്തിൽ ഭംഗിയായി കൊടുക്കുകയും ചെയ്യുമ്പോൾ അതിനായിട്ട് ഈ പറഞ്ഞ പോലെ NGO-കളുടെ ഒരു നാഷണൽ ഫെഡറേഷൻ തന്നെ ഉണ്ടാക്കുന്നു. അതിൽ സായിഗ്രാം പോലെയുള്ള വലിയ, ഇന്ത്യയിൽ ഒട്ടാകെ പടർന്നു പന്തലിച്ച് കിടക്കുന്ന, ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ NGO-കളിലൊന്നായ അതിന്റെ ചെയർമാൻ, അതിന്റെ ഒരു അധ്യക്ഷൻ, അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രധാനപ്പെട്ട വ്യക്തി ആനന്ദകുമാർ അതിന്റെ ചെയർമാനാകുന്നു. അതുപോലെ തന്നെ കോൺഗ്രസിന്റെ ഈ പറഞ്ഞ പ്രധാനപ്പെട്ട ലാലി വിൻസെന്റ് ഇതിന്റെ ലീഗൽ അഡ്വൈസർ ആകുന്നു. പിന്നെ ഇവർ സംഘടിപ്പിക്കുന്ന ചടങ്ങുകളിലെല്ലാം ആദ്യം തന്നെ ശോഭാ കരന്തലയാണ് എറണാകുളം ഇവരുടെ ഫസ്റ്റ് പദ്ധതി ഉദ്ഘാടനം ചെയ്തതെന്നാണ് പറയുന്നത്, ഈ വിതരണ ഉദ്ഘാടനം. അപ്പൊ വളരെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നു. ഇവരിടുന്ന പേരുകൾ പോലും സർദാർ പട്ടേൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റൽ സ്റ്റഡീസ് എന്ന പേരിലുള്ള NGO ഒക്കെ രൂപം കൊടുത്തിട്ട്, അതൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഇതൊരു നാഷണൽ ലെവലില് സർക്കാരുമായിട്ട് സഹകരിച്ച് നടത്തുന്ന ഒരു പദ്ധതിയാണെന്നുള്ളൊരു തോന്നലുണ്ടാകുന്നു. ഈ തോന്നൽ ജനിപ്പിക്കുന്നിടത്താണ് വിജയം. അതാണ് അനന്തകൃഷ്ണൻ നിർവഹിച്ചത്. നമ്മുടെ MLA-മാർക്ക് പോലും, അല്ലെ ജനപ്രതിനിധികൾക്ക് പോലും ഒന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നതാണ്. അതോ അവര് ഇപ്പോൾ തടിതപ്പാൻ വേണ്ടി? ജനപ്രതിനിധികളും കാണുന്നത് എന്താ, എല്ലാ പഞ്ചായത്തുകളിലും അല്ലെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്തുകളിലും എല്ലാം കേന്ദ്രീകരിച്ച് ഇങ്ങനെ ഈ പറഞ്ഞ കോൺഫെഡറേഷൻ ഉണ്ടാക്കുന്ന NGO-സിന്റെ, എന്നിട്ട് അതിന്റെ ചടങ്ങുകൾ സംഘടിപ്പിക്കുന്നു. ആ ചടങ്ങുകളിൽ കൃത്യമായി കുറെ പേർക്ക് ഇത് വിതരണം ചെയ്യുന്നു. ആ വിതരണ ഉദ്ഘാടനം വലിയ വെണ്ടയ്ക്ക അക്ഷരത്തിൽ, അല്ലെങ്കിൽ വലിയ ആഘോഷത്തോടെ ആനയെ അമ്പാരിയായിട്ട് നടത്തുന്നു. അതിൽ ഒന്നുകിൽ സ്ഥലത്തെ MLA, അതല്ലാന്നുണ്ടെങ്കിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, അതാത് പ്രദേശത്ത് ഏത് പാർട്ടിയുടെ MLA ആണോ അവരാണ് പങ്കെടുക്കുന്നത്. ഇപ്പൊ നേരത്തെ തന്നെ പറഞ്ഞല്ലോ, വസന്ത് തെങ്ങുപള്ളി പറഞ്ഞു, അതായത് മുഖ്യമന്ത്രിയുടെ ഇഫ്താർ പാർട്ടിയിൽ നിൽക്കുന്ന പടം, അതിന്റെ അതിൽ പങ്കെടുക്കുന്ന അനന്തകൃഷ്ണൻ പങ്കെടുക്കുന്ന ചിത്രം പുറത്തു വന്നു എന്ന് പറയുന്നു. അതുപോലെ തന്നെ സാക്ഷാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടൊപ്പം നിൽക്കുന്ന ചിത്രം പുറത്തു വരുന്നു. അപ്പൊ ഇതൊക്കെ സ്വാഭാവിക. പിന്നെ തുടക്കത്തിൽ 100 കണക്കിന് പേർക്ക് ഈ സാധനങ്ങളൊക്കെ കൊടുക്കുകയും ചെയ്യുമ്പോൾ, മാത്രമല്ല ഇതിനിടയ്ക്ക് തിരുവനന്തപുരം പ്രസ് ക്ലബ്ബുമായിട്ട് സഹകരിച്ച് ഈ സ്കൂട്ടി വിതരണം ചെയ്യുന്ന ഒരു, അത് ഏറെക്കുറെ അത് അങ്ങേയറ്റത്ത് എത്തിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ എത്ര പേർക്ക് വിതരണം ചെയ്തു എന്നൊന്നും എനിക്കറിയില്ല. അപ്പൊ അത്രയും വലിയ പത്രപ്രവർത്തകരൊക്കെയാണല്ലോ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റുകൾ. അവർക്ക് പോലും ഒരു സംശയം ഉണ്ടാക്കാത്ത രീതിയിൽ സ്ഥലത്തെ പോലീസിന്, സംസ്ഥാനത്തെ പോലീസ് ഏജൻസികൾക്ക്, ക്രൈംബ്രാഞ്ചിനോ അല്ലെങ്കിൽ സ്പെഷ്യൽ ബ്രാഞ്ചിനോ പോലീസ് ഇന്റലിജൻസിനോ ഒന്നും സംശയം തോന്നാത്ത രീതിയിൽ ഇത് കുറെ കാലം മുന്നോട്ട് പോകുമ്പോൾ ജനങ്ങൾ, സാധാരണ മനുഷ്യൻ തീർച്ചയായിട്ടും പകുതി വിലയ്ക്ക് ഇത് കിട്ടുമെന്ന് പറയുമ്പോൾ അവരിതില് മുഗ്ധരാകുകയും ആ പണം മുടക്കാൻ തയ്യാറാകുകയും ചെയ്യുന്നതിന് നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം അത് CSR ഫണ്ട് ഉപയോഗിച്ച് ചെയ്യുന്നതാണ്. അവരതിൽ പെട്ടുപോയി. പക്ഷെ CSR ഫണ്ട് ഇതിന് ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടില്ല. അവർ ആദ്യം വിശ്വാസ്യത നേടാൻ പോലും ആ ഫണ്ട് ഉപയോഗിച്ച് അവർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അത് ഈ പിരിച്ചെടുക്കുന്ന പണത്തിൽ നിന്ന് തന്നെയാണ് അതിനുള്ള തുക കണ്ടെത്തിയതെന്നാണ് മനസ്സിലാക്കുന്നത്. ശ്രീ സക്കറിയ ജോർജ്, ഒരു ഘട്ടം കഴിയുമ്പോൾ നടക്കില്ല. ശ്രീ സക്കറിയ ജോർജ്, ഇവിടെ ഇപ്പോ ഈ നമ്മൾ